ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങളും മാറ്റങ്ങളും മാനേജ്മെന്റുമായി ചർച്ച ചെയ്താവണമെന്ന് നോബൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 9 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ടോപ്പിൻ ടൗൺ ഹാളിൽ ഏകദിന പരിശീലന ക്യാമ്പും ജില്ലാ സമ്മേളനം നടക്കുകയാണ്. ഇതിനോട് വെച്ചിട്ടുള്ളത് ഈ പ്രൈവറ്റ് അൺറെക്കഗ്നൈസ്ഡ് സ്കൂളുകൾ ഞങ്ങൾ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. 40 വർഷം, 35 വർഷം, 50 വർഷത്തോളമായിട്ട് നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. കേട്ടറ്റും BEdും എല്ലാ യോഗ്യതകളുള്ള PSC പരീക്ഷ പ്രായപരിധി കഴിഞ്ഞ അധ്യാപികമാരാണ് ഇതിൽ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അവർക്ക് 50 ലക്ഷം രൂപയോ 45 ലക്ഷം രൂപയോ കൊടുത്ത് സ്കൂളുകളിൽ കയറാൻ പറ്റാത്ത, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ നിന്നുള്ള അധ്യാപികമാരാണ് നമ്മളുടെ സ്കൂളുകളിൽ ഭൂരിഭാഗവും പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അവരുടെ ജോലി നാളെ ഈ സർക്കാർ ഈ സ്കൂളുകളെല്ലാം ഒരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങോട്ട് പോകും? അവരുടെ കുടുംബം ഇവരെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അപ്പോൾ അതിനോടൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നടത്തിക്കൊണ്ടുപോകാനുള്ള അനുവാദം മാത്രം മതി. ഗവൺമെൻറ്റിൽ നിന്ന് 1 രൂപ പോലും ഈ സ്കൂളുകൾക്ക് വേണ്ട. പക്ഷേ ഞങ്ങൾക്ക് വൈദ്യുതി ചാർജും ടാക്സും എല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിലാണ് ഇവർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്, പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും. അതൊന്നും ഒഴിവാക്കി തന്ന സാധാരണ രീതിയിലുള്ള ഒരു ധർമ്മസ്ഥാപനങ്ങൾക്കുള്ള പോലെ ഒന്ന് അത് കമ്മിയാക്കി തന്നാൽ വലിയ ഉപകാരമായി. കുറേ ട്രസ്റ്റുകളും അതിൻ്റെ കീഴിലാണ് സേവന മനോഭാവത്തോടു കൂടിയിട്ടാണ് ഈ സ്കൂളുകളെല്ലാം പ്രവർത്തിച്ചു വരുന്നത്. നമ്മുടെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും മറ്റ് സംസ്ഥാന യുവജനോത്സവങ്ങളിൽ വിദ്യാലയം എന്ന പരിഗണന പോലും നൽകാതെ വൈദ്യുതി ചാർജിന് വ്യവസായ നിരക്കാണ് ഈടാക്കുന്നത്. നോബൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ ജില്ലാ സമ്മേളനവും അധ്യാപക പരിശീലനവും 8-ന് പാലക്കാട് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് L. വിജയകുമാർ, സെക്രട്ടറി KN രമേശ്, M. ചന്ദ്രൻ, M. ചെന്താമരാക്ഷൻ, അലവി ഗുരുക്കൾ, ചന്ദ്രമതി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.